ഹേയ് ഡിയേഴ്സ്, വെൽക്കം ടു സായ ഡിസൈൻസ്. എൻ്റെ പേര് സാൻഡ്ര. ഇന്നത്തെ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. ഒരു കുട്ടി കുറേ നാളായി എനിക്ക് മെസ്സേജ് അയക്കുന്നു, കുർത്തിയുടെ ഒരു കട്ടിങ് വീഡിയോ ഇടുമോ. ഞാൻ പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് ആ കുട്ടി കുറേ മെസ്സേജ് അയച്ചു കേട്ടോ. എനിക്കിതുവരെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് എനിക്കൊരു സാരി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ഭാഗമൊക്കെ കീറിയിട്ടുണ്ട്, അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെട്ടിയെടുക്കണം. നല്ല കളറായിരുന്നു, എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു വർക്കൊക്കെ. അപ്പോൾ അതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് വെട്ടിയെടുക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് സാരി. ഇതിലാണ് നമ്മളിന്ന് കുർത്തി കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഫ്രണ്ടും ബാക്കും കൂടെ ഒന്ന് ഒന്നിച്ച് കട്ട് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലല്ല സാരി ഉള്ളത്. അപ്പോൾ സെപ്പറേറ്റ് എടുത്തിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ കട്ടിങ്ങിൻ്റെ വീഡിയോ ചോദിച്ചവർക്ക് ഈ വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഇത് കഴിഞ്ഞിട്ട് സ്ലീവിൻ്റെ വേറെ സെപ്പറേറ്റ് വീഡിയോ ഇടാം. പിന്നെ ഇത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോയും അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഒന്നിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ലെങ്തി ആയി പോകും, അതുകൊണ്ടാണ്. അപ്പോൾ സാരി ഇതാണ്. നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ കുറച്ച് ഭാഗത്തൊക്കെ ആ ബോർഡർ എല്ലാം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബോർഡർ വരുന്ന രീതിയിൽ, താഴെ വരുന്ന രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അതായത് നെക്കിൻ്റെ പോർഷൻ പ്ലെയിൻ ആയിട്ടും താഴത്ത് മാത്രം വർക്ക്. പിന്നെ ഫുൾ സ്ലീവ് ആണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, മെറ്റീരിയൽ പിടിച്ചാൽ നിൽക്കാത്ത മെറ്റീരിയലാണ്. അതൊന്ന് ഫോൾഡ് ചെയ്തിടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടാസ്ക് പിടിച്ച പണിയായിരുന്നു കേട്ടോ. തെന്നി പോകും നമ്മൾ വരയ്ക്കണം അനുസരിച്ചിട്ട്. ഞാനാണെങ്കിൽ ലൈനിങ്ങും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ലൈനിങ് എടുത്തിട്ട് വേണം ഇനി സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ആ കുട്ടിക്ക് അർജൻറ്റാന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഞാനെന്നാൽ ഇതിൽ തന്നെ കട്ട് ചെയ്തിട്ട് കട്ടിങ് വീഡിയോ ആദ്യം അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇത് ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നൊക്കെ വെച്ച് ഞാൻ സെക്യൂർ ചെയ്ത് വെച്ചു, അല്ലെങ്കിൽ അത് വരയ്ക്കുമ്പോൾ തെറ്റിപ്പോകും എന്തായാലും. അതുകൊണ്ടിട്ട് അപ്പം നമ്മളിപ്പോൾ ആദ്യം ഫ്രണ്ട് പോർഷനാണ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. രണ്ടായിട്ടാണ് ഞാനിപ്പോൾ ഫോൾഡ് ചെയ്തിട്ടിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് ഫ്രണ്ടും ബാക്കും കൂടെ ഒന്നിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് നെക്ക് സെപ്പറേറ്റ് കട്ട് ചെയ്തെടുത്താൽ മതിയേ. അപ്പോൾ ഇതിപ്പോൾ ഫ്രണ്ടാണ്. ഫ്രണ്ടിൽ നമ്മൾ ആദ്യം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് ഷോൾഡർ പോർഷനാണ്. ഏറ്റവും ടോപ്പിലായിട്ട് ഇതേപോലെ ഷോൾഡർ പോർഷൻ. എനിക്ക് 7 ഇഞ്ചായിരുന്നു വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണെന്ന് നോക്കുക, എന്നിട്ട് അതിൻ്റെ പകുതി എടുക്കുക. നിങ്ങൾ ഫുള്ളായിട്ടാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ പകുതി എടുക്കുക. എനിക്ക് 14 ആയിരുന്നു. അപ്പോൾ നമ്മളതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 7. അപ്പോൾ 7 ഇപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ അറിയാമെന്ന് തോന്നണമല്ലേ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തു. പിന്നെ ഇനി നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് നെക്കില്ലേ, നെക്കിൻ്റെ ആ ഒരു വിട്ടാണ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. ഞാൻ വീനെക്കാണ് എടുക്കുന്നത് ഫ്രണ്ടിലായിട്ട്. നെക്ക് എനിക്കൊരു 3.25 മതി. 3.25 ആവുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു നെക്ക് കിട്ടും. അപ്പോൾ ഞാൻ 3.25 എടുക്കേണ്ടത്. നിങ്ങൾക്ക് നിങ്ങൾ എടുക്കുന്ന നെക്കിനനുസരിച്ചിട്ട്, ഇപ്പോൾ ബോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വൈഡാക്കാം. അപ്പോൾ ഷോൾഡർ ചെറുതാകും. അപ്പോൾ അങ്ങനെ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. നെക്കൊക്കെ ചെയ്യണ ഒരുപാട് വീഡിയോ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, വേണ്ടവർ കണ്ടു നോക്കേ. അപ്പോൾ നമ്മളിതാ നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്തു. ഇനി നെക്കിൻ്റെ ഡെപ്ത്താണ് മാർക്ക് ചെയ്യണത്. എനിക്ക് ഫ്രണ്ട് നെക്ക് ഒരു 5 ഇഞ്ച് കുഴി മതി. അപ്പം ഞാനതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 5 ഇഞ്ച്. ഈ ചോക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മാഞ്ഞു പോകും. ഇപ്പോൾ ഒരുപാടായി ഞാൻ കട്ടിങ് വീഡിയോ, സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്. വഴിയല്ല അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ 5 ഇഞ്ച് എടുത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നേരെ താഴത്തേക്ക് ഫ്രണ്ട് നെക്കാണ് കേട്ടോ ഇപ്പോൾ ചെയ്യുന്നത്. അതൊന്ന് ഇതേപോലെ ലൈനായിട്ട് കൊടുത്തു. അവിടെയൊക്കെ ഞാൻ പിന്നൂത്തി സെക്യൂർ ചെയ്ത് വെച്ചേക്കും, അല്ലെങ്കിൽ തെന്നി പോവും. എന്നിട്ട് ഈ ഒരു ലൈൻ നേരെ ഇങ്ങോട്ടേക്ക് വരച്ചു കൊടുക്കുക. ഇനി ഇതിനുള്ളിലാണ് നമ്മൾ നെക്കിൻ്റെ ആ ഒരു ഡിസൈൻ വരയ്ക്കുന്നത്. നിങ്ങൾക്ക് റൗണ്ട് നെക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കർവ് പോലെ വരയ്ക്കുക. വി നെക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. അപ്പോൾ സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നെക്കിൻ്റെ ഷേപ്പിന് പിന്നെ വരയ്ക്കുക. ഞാനപ്പോൾ ഇനി ആം ഹോൾ അടുത്തതായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ നെക്ക് വരയ്ക്കുന്നത്, അതറിയാലോ. ഓക്കെ, ഇനി ഞാൻ ആം ഹോളിലേക്കാണ് പോകുന്നത്. എനിക്ക് 6 ഇഞ്ചാണ് ആം ഹോളിൻ്റെ കുഴിവ് വേണ്ടത്. പിന്നെ ചിലർക്ക് ആം ഹോളും ഷോൾഡറൊക്കെ ഒരേപോലെ വരുന്നവരുണ്ട്, വരാത്തവരുണ്ട്. അതിനെപ്പറ്റി എന്താണ് അതിൻ്റെ കാരണം എന്നൊക്കെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമായിട്ടൊരു ടോപ്പിക്കായിട്ട് എടുത്തിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഡൗട്ടുള്ളവർ അതൊന്ന് കണ്ടു നോക്കണം. അപ്പോൾ നമുക്ക് ആ ആം ഹോളിൻ്റെ പോർഷനൊന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ചെസ്റ്റും കൂടെ മാർക്ക് ചെയ്തിട്ട് ആ പോർഷനൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ചെസ്റ്റ് എനിക്ക് വേണ്ടത് 10 ആയിരുന്നു കേട്ടോ. 40 ഫുള്ള് സീമും കൂടെ ആഡ് ചെയ്തിട്ട് വരണത്. അപ്പോൾ 40 നമ്മൾ 4 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ 10 കിട്ടി. അങ്ങനെയാണ്. സീമൊക്കെ ആഡ് ചെയ്തിട്ട് 40. അപ്പോൾ നിങ്ങൾക്ക് സീമും ലൂസൊക്കെ ആഡ് ചെയ്തിട്ട് എത്രയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് ഇതേപോലെ നിങ്ങൾക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ചെസ്റ്റിൻ്റെ പോർഷൻ എന്താ ഇപ്പോൾ മാർക്ക് ചെയ്തു. ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ആ ഒരു ലൈൻ. ഞാൻ അതിനിടക്ക് കഴുത്തൊക്കെ കറക്റ്റ് തന്നെയാണോ എന്നൊന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. ഇപ്പുറത്തെ സൈഡിലും കൂടെ 5 തന്നെ വന്നിട്ടുണ്ടോ എന്നൊക്കെ ഞാൻ നോക്കിയതാണ്. അപ്പോൾ ഇതുപോലെ എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ ഒരു സുഖമില്ല. അപ്പോൾ നമ്മളിതാ വീണ്ടും ഞാൻ ആം ഹോളിലേക്ക് പോയി. എന്നിട്ട് പിന്നെ ആം ഹോളിൻ്റെ നേരെ പകുതി എടുക്കണം. ആം ഹോളിൻ്റെ പകുതി 3, നമ്മളവിടെ 6 എടുത്തിരുന്നത്, നേരെ പകുതി. പിന്നെ ഈ ചെസ്റ്റ് മാർക്ക് ചെയ്തതിൻ്റെ ഇവിടുന്ന് ആം ഹോളിൻ്റെ ആ ഒരു അത്രയും പോർഷൻ അത് 3 ആയിരുന്നു. അപ്പോൾ ആ 3നെ നേരെ ഡിവൈഡ് ചെയ്തപ്പോൾ 1.5 കിട്ടി. ആ 1.5യിൽ
ഇതേപോലൊരു കർവ് വരച്ചു. ആ 1.5 നമ്മൾ നേരത്തെ ആം ഹോളിൻ്റെ ആ ഒരു 3 എടുത്തില്ലേ പകുതി, 2 പോർഷനിൽ നിന്നും പകുതി എടുത്തിട്ട് അവിടെയാണ് നമ്മൾ കർവ് വരച്ച് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ആം ഹോളിൻ്റെ ആ ഒരു കോർണർ പോർഷനിൽ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ വരച്ച് കൊടുക്കുക. എന്നിട്ട് ആ വരച്ച കർവിൽ നിന്ന് നേരെ താഴത്തേക്ക് ഒരു 1/2 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് കുഴിച്ച് വരച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ ആം ഹോൾ നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഫ്രണ്ട് ആം ഹോൾ കുഴിച്ചാണ് നമ്മൾ വെട്ടുന്നത്. അപ്പോൾ അതിങ്ങനെയാണ്. ഈ ആം ഹോളിന് മാത്രം സെപ്പറേറ്റ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. വേണ്ടവർ കണ്ടു നോക്കുക കേട്ടോ. ഇപ്പോൾ പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്തായാലും. ഓക്കെ, അപ്പോൾ നമ്മൾ ആം ഹോൾ ഫിൽ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ആ നെക്കും കൂടെ ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കാം. ഞാൻ ഇപ്പോൾ വെട്ടുന്നില്ല കേട്ടോ നെക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മറിച്ചടിച്ചെടുക്കാമെന്നാണ് വിചാരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ വെട്ടുന്നില്ല. ലൈനിങ്ങും കൂടെ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കത് വെട്ടിക്കൊടുക്കാം. ഞാൻ ജസ്റ്റ് ആ ഒരു ഫിഗറിന് വേണ്ടിയിട്ട് മനസ്സിലാവണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് ചുമ്മാ വരച്ച് കൊടുക്കുവാണ്. ഇപ്പോൾ വെട്ടുന്നില്ലേ, അത് അടുത്ത വീഡിയോയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ലൈനിങ്ങും കൂടെ വെച്ച് ആ ഒരു സമയത്ത് നമുക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പം നമ്മൾ ആം ഹോൾ വരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഏറ്റവും ടോപ്പ് പോർഷനിൽ നിന്ന് നമ്മുടെ വേസ്റ്റ് വരെ എത്ര ലെങ്ത് ഉണ്ടെന്ന് നോക്കാം. അതായത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് വേസ്റ്റ് വരെ. എനിക്ക് 13 ആയിരുന്നു. അപ്പോൾ ഞാൻ ആ 13 വരെ മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഈ 13 ആ ഒരു പോയിൻ്റ് വെച്ചിട്ടാണ് നമ്മൾ വേസ്റ്റിൻ്റെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. വേസ്റ്റ് റൗണ്ട് എത്രയാണെന്ന് നോക്കിയിട്ട് നമ്മളത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു പോർഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് വേണ്ടത് 9 ആയിരുന്നു. 36 4 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ 9, സീമൊക്കെ ആഡ് ചെയ്തിട്ട് 9 ആയിരുന്നു വേണ്ടത്. 36/4, അപ്പോൾ നമുക്ക് 9 കിട്ടും. ഓക്കെ, ഇതിനകത്ത് ലൂസൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആ ചെസ്റ്റും വേസ്റ്റും കൂടെ നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തു. ഇനി അടുത്തത് സ്ലിറ്റ് ഉണ്ടല്ലോ, സ്ലിറ്റ് എത്ര ഇറക്കം വേണമെന്ന് നോക്കുക. നിങ്ങൾ ഇപ്പോൾ അളവുണ്ടെങ്കിൽ അത് നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ബോഡിയിൽ തന്നെ വെച്ച് നോക്കിയാൽ മതി. എനിക്കൊരു 19 ഇറക്കത്തിൽ സ്ലിറ്റ് മതി. എനിക്ക് കുറച്ചിങ്ങനെ ഇറങ്ങി കിടക്കണ എനിക്കിഷ്ടമല്ല സ്ലിറ്റ്. അപ്പോൾ എനിക്ക് വേണ്ട അളവിൽ ഞാൻ എടുത്തിട്ടുണ്ട്. 19 എനിക്ക് വേണ്ടത്. എന്നിട്ട് ആ പോർഷനിലെ വണ്ണം എത്രയാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാനൊരു 10.5 10.75 ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇറക്കം അനുസരിച്ചിട്ട് നമ്മൾ അവിടുത്തെ വണ്ണവും കൂടെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതേപോലെ എത്രയാണ് റൗണ്ട് വരുന്നതെന്ന് നോക്കുക, 4 വെച്ച് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് പിന്നെ അത് വേസ്റ്റുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കത് ആ കുർത്തിയുടെ ഒരു ഷേപ്പ് വന്നില്ലേ, മേലത്തെ പോർഷൻ കുർത്തിയുടെ ഷേപ്പ് വന്നു. പിന്നെ താഴത്തെ പോർഷൻ എനിക്ക് കോമഡിയാണ്. എനിക്ക് കറക്റ്റ് ആ വീതിയിൽ അവിടെ വരെ ബോർഡർ കിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ബോർഡർ അഴുക്കാണ്, അവിടെ എന്തോ ഡാമേജ് വന്നിട്ട് അതങ്ങനെ പോയി. എടുക്കാനും പറ്റില്ല, പക്ഷേ എനിക്ക് കറക്റ്റ് വീതിയിൽ കിട്ടി ഭാഗ്യത്തിന് കേട്ടോ. ഇതേപോലെ തന്നെ ഒരു പീസും കൂടെ അപ്പുറത്തെ സൈഡിൽ നിന്നും കൂടെ കിട്ടും. ബാക്കി ഇടയ്ക്കൊക്കെ ചെറിയതായിട്ട് കീറിയിട്ടുണ്ട്. നല്ല സാരി ആയതുകൊണ്ട് ഞാൻ കളഞ്ഞില്ല. എന്നിട്ട് നമ്മളിതാ ആ വേണ്ട വണ്ണത്തിൽ ഇതേപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു താഴത്തെ പോർഷനിൽ എത്ര വണ്ണം വേണമെന്ന് നോക്കുക, മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളിപ്പോൾ ആ ഹിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ പരിപാടി. അത് കഴിഞ്ഞിട്ട് നമ്മളിത് വരച്ചതിൽ കൂടെ ഒന്ന് വെട്ടിക്കൊടുക്കുകയാണ്. നെക്ക് ഞാനിപ്പോൾ വെട്ടുന്നില്ല, ആം ഹോൾ വെട്ടിക്കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഷേപ്പും കൂടെ വെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് ഞാൻ സീമൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബിഗിനേഴ്സൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ഇത് വെട്ടുമ്പോൾ ഉള്ള കോലം എന്ന് പറയുമ്പോൾ ഇതാണ് കേട്ടോ. വെട്ടി കഴിഞ്ഞിട്ട് നമ്മൾ നെക്ക് കളഞ്ഞില്ലല്ലോ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ബാക്ക് പോർഷൻ വേണമല്ലോ, അപ്പോൾ അതിന് സെയിം പ്രൊസീജിയർ നമ്മൾ ഫോളോ ചെയ്യുക. എന്നിട്ട് നെക്കിൻ്റെ പോർഷൻ മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ. അപ്പോൾ ഞാൻ നെക്ക് മാത്രം ഒന്ന് കാണിച്ചു തരാം. വിഡ്ത്തൊക്കെ പഴയതുപോലെ തന്നെ 3.75 എടുത്തിട്ടുള്ളത്. ഇറക്കം എനിക്ക് 2.5 മതി. അപ്പോൾ ആ 2.5 ഇതേപോലെ തന്നെ ഇറക്കി വരച്ചിട്ടുണ്ട്. ബാക്കി ആം ഹോളും എല്ലാം ഒരേപോലെ തന്നെയാണ് കേട്ടോ. ഇറക്കി ആം ഹോൾ കുഴിച്ച് വരയ്ക്കേണ്ട എന്ന് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് നമ്മൾ വരച്ച പോലെ തന്നെ ആം ഹോൾ വരച്ച് കൊടുക്കുക. പിന്നെ ഇതേപോലെ നമ്മൾ ആ ഒരു 2.5 ഇപ്പുറത്തും കൂടെ വരച്ചിട്ട് നെക്കിൻ്റെ ലൈനൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലൂടെയാണ് ആ ഒരു ഷേപ്പ് വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് ബാക്ക് നെക്ക് കർവ്ഡായിട്ട് മതിയായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് പോർഷൻ ആണെങ്കിലും താഴത്തേക്കുള്ള മെഷർമെൻറ്റ്സും അത് വരയ്ക്കുന്ന കാര്യങ്ങളൊക്കെ സെയിം ആണ് നമ്മൾ ഫ്രണ്ട് ചെയ്ത പോലെ. ആകെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു നെക്കിൻ്റെ പോർഷനാണ്, നെക്ക് വേറെയാണ്. പിന്നെ കൈക്കുഴി നമ്മൾ കുഴിച്ച് രണ്ടാമത് ഒരു 1/2 ഇഞ്ച് കുഴിച്ച് വരച്ചില്ല, അങ്ങനെ വരയ്ക്കേണ്ട, അല്ലാണ്ട് വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത് രണ്ടും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടെ ഒന്ന് വെട്ടിയെടുക്കണം. ഇത് വെട്ടിയെടുക്കുമ്പോൾ ഇതേപോലെയാണ് കിട്ടുന്നത്. ഞാൻ 2 പോർഷനിൽ നിന്നും നെക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല. അപ്പോൾ അതേ രണ്ടും ഞാൻ മടക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബാലൻസ് വീഡിയോ, സ്റ്റിച്ചിങ് വീഡിയോയും പിന്നെ സ്ലീവ് കട്ട് ചെയ്യുന്നതും ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.